ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിലെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ വേക്കൻസിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. +2 സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസി ഉണ്ട്, ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസി ഉണ്ട്, BSc പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസി ഉണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 17/8/2024 മുതൽ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. 16/9/2024 വരെ. സെപ്റ്റംബർ 16-ാം തീയതി നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് RRBയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെ തസ്തികയുണ്ട്, അതിന്റെ സാലറി സ്കെയിൽ, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഏജ് ലിമിറ്റ്, വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ഡയറ്റീഷ്യൻ ആണ്. ലെവൽ 7 ആണ്. 44,900 ബേസിക്, കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. C2 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നേഴ്സിംഗ് ആണ്. ലെവൽ 7 ആണ്. 44,900 ബേസിക്. C1 ആണ് മെഡിക്കൽ. 43 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 713 വേക്കൻസി ഉണ്ട്. അടുത്തത് ഓഡിയോളജിസ്റ്റ് ആണ്. ലെവൽ 6 ആണ്. B1 ആണ് മെഡിക്കൽ. 33 വയസ്സ് വരെയാണ്. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ലെവൽ 6 ആണ്. B1 മെഡിക്കൽ. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണ്. ലെവൽ 6 ആണ്. സാലറി C2 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ടെക്നീഷ്യൻ ആണ്. ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ്. ലെവൽ 6 ആണ്. സാലറി B1 മെഡിക്കൽ ആണ്. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 20 വേക്കൻസിയാണ് ആ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ആണ്. ഗ്രേഡ് 3 ലെവൽ 6 ആണ്. 37,400 ആണ് ബേസിക് സാലറി. C1 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെയാണ്. 126 വേക്കൻസി ഉണ്ട് തസ്തികയിലേക്ക്. അടുത്ത ലബോറട്ടറി ഗ്രേഡ് 3 ആണ് വിളിച്ചിരിക്കുന്നത്. ലെവൽ 6 ആണ്. B1 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 27 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പെർഫ്യൂഷനിസ്റ്റ് ആണ്. ലെവൽ 6 ആണ് സാലറി. B1 മെഡിക്കൽ. 41 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് 2 ആണ്. ലെവൽ 6 ആണ് സാലറി. C1 മെഡിക്കൽ ആണ്. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. 6 ആണ് സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. C1 മെഡിക്കൽ ആണ്. 36 വയസ്സ്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ലെവൽ 6 ആണ് സ്കെയിൽ. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്. 18-36 വയസ്സ് വരെയാണ്. 2 വേക്കൻസിയാണ് അതിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫാർമസിസ്റ്റ് ആണ്. എൻട്രി ഗ്രേഡ് ആണ്. ലെവൽ 5 ആണ് സാലറി. C2 മെഡിക്കൽ ആണ്. 38 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 246 വേക്കൻസിയാണ് ആ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ആണ്. 29,200 രൂപയാണ്. ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. B1 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 64 വേക്കൻസി ഉണ്ട്. അടുത്ത സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ലെവൽ 5 B1 മെഡിക്കൽ. 36 വയസ്സ് ഏജ് ലിമിറ്റ്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാർഡിയക് ടെക്നീഷ്യൻ ആണ് അടുത്ത തസ്തിക. സ്കെയിൽ പറഞ്ഞിരിക്കുന്ന ലെവൽ 4 ആണ്. B1 മെഡിക്കൽ. 36 വയസ്സ് വരെ. 4 വേക്കൻസി ഉണ്ട്. അടുത്ത ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. 4 സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. B1 ആണ് മെഡിക്കൽ. 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ECG ആണ് ടെക്നീഷ്യൻ. ലെവൽ 4 ആണ്. C1 മെഡിക്കൽ. 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 13 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ലാബ് അസിസ്റ്റന്റ് ആണ്. ഗ്രേഡ് 2 ലെവൽ 3 ആണ് സ്കെയിൽ. 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 94 വേക്കൻസി ഉണ്ട്. ഫീൽഡ് വർക്കർ ആണ് അടുത്ത തസ്തിക. ലെവൽ 2 ആണ് സ്കെയിൽ. C2 ആണ് മെഡിക്കൽ. 33 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 19 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ നിന്നും 3 വർഷത്തെ ഈ ഏജ് ലിമിറ്റിൽ നിന്നും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏജ് ലിമിറ്റിൽ നിന്നും 3 വർഷത്തെ OBCക്കും 5 വർഷത്തുള്ള SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ 1376 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025 ബേസിസിലായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. B1 എന്താ, C1 എന്താ, C2 എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് തന്നെ റിലീസ് ആകുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്ന ഡേറ്റ് 17/8/2024 റിലീസ് ആകുന്നതാണ്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മാത്രമല്ല ഫീസ് പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ് ഫീസ്. എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ 400 രൂപ തിരിച്ചു നൽകുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സ് സർവീസ്മെനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം റിക്രൂട്ട്മെന്റിലേക്ക് CBT ഉണ്ടായിരിക്കുന്നതാണ്, എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്, മെറിറ്റ് ലിസ്റ്റ്, മെഡിക്കൽ തുടങ്ങിയ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് വീഡിയോ. വന്ദേ മാതരം.